നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കിലിൻ എംബാപ്പെ വെറുതെ ആരാധകരുടെ മനം കവർന്നതല്ല, എതിരാളികളുടെ ഗോൾ വല അങ്ങ് നിറച്ചുകൊണ്ട് മനം കവർന്നതാണ്. ആ ഗോളുകൾ ഏറ്റുവാങ്ങി നെഞ്ചത്തേക്ക് ഏറ്റുവാങ്ങിയ എതിർ ടീമിൻ്റെ ആരാധകർ കളിയാക്കാൻ വേണ്ടി ഈ വാദം ഇങ്ങനെ പറയാറുണ്ടെങ്കിലും യാഥാർത്ഥ്യമാണത്. എംബാപ്പെ ബിഗ് സ്റ്റേജിൽ ഗോളടിച്ചു കൂട്ടാൻ വേറെ ലെവൽ ടാലൻ്റാണ്. ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് മത്സരം രണ്ടാം പാദം മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ അദ്ദേഹത്തിൻ്റെ വക ഹാട്രിക്ക്. ഈ ഹാട്രിക്കിൻ്റെ ചൂട് നേരത്തെ ബിഗ് സ്റ്റേജിൽ അറിഞ്ഞവർ വേറെയുണ്ട്. ഒന്ന് അർജന്റീനയാണ്, നമുക്കറിയാം. അത് എവിടെ? വേൾഡ് കപ്പിൻ്റെ ഫൈനലിലാണ് ആ ഹാട്രിക്ക് പിറന്നത്. ആ ഹാട്രിക്ക് ഇങ്ങനെ വാങ്ങിയത് കൊണ്ട് ചിലരൊക്കെ ഇപ്പോൾ ഈ വാക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഇങ്ങനെ പറയാറുണ്ട് കളിയാക്കാൻ. എന്തിന് കളിയാക്കണമെന്നറിയില്ല. ഹാട്രിക്ക് കൊണ്ട് അദ്ദേഹം മിന്നിക്കത്തിയ കളി തന്നെയായിരുന്നു അത്. ഇപ്പോഴിതാ ബെർണാബുവിലെ ഹാട്രിക്ക് മാത്രമല്ല, ക്യാമ്പ് നൗവിൽ ഹാട്രിക് ഉണ്ട്. ക്യാമ്പ് നൗവിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 16 ആദ്യ പാദത്തിൽ 2021 ക്യാമ്പ് നൗവിൽ ബാഴ്സലോണയുടെ വലയിലേക്ക് അദ്ദേഹം ഹാട്രിക് അടിച്ചു കയറ്റി. അന്ന് എംബാപ്പയുടെ പ്രായം 22. കിലിയൻ എംബാപ്പെ ഇപ്പോ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ സാന്റിയാഗോ ബെർണാബുവിലും ക്യാമ്പ് നൗവിലും ഹാട്രിക് ഉള്ള ഒരേ ഒരു താരം കിലിയൻ എംബാപ്പയാണ്. അപ്പോൾ അതാ പറഞ്ഞത്, എംബാപ്പെ മനം കവർന്നത് വെറുതെയല്ല, എതിരാളികളുടെ വല അടിച്ച് കീറിക്കൊണ്ട് തന്നെ മനം കവർന്നിട്ടുള്ളതാണ്. നോക്കാം നമുക്ക് കൃത്യമായ കണക്കുകൾ. 2021 ഫെബ്രുവരി 16 ക്യാമ്പ് നൗവിൽ FC ബാഴ്സലോണയ്ക്കെതിരെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 ആദ്യപാദം കിലിയൻ എംബാപ്പയുടെ ഹാട്രിക്ക്. പിന്നെ 2022 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ അർജന്റീനയുടെ വലയിലേക്ക് ഹാട്രിക്ക്. ഇപ്പോഴിതാ 2025 മാഞ്ചസ്റ്റർ സിറ്റിയുടെ വലയിലേക്ക് സാന്റിയാഗോ ബെർണാബുവിൽ അതിനിർണായകമായ UCL പ്ലേ ഓഫ് മത്സരത്തിൽ ഹാട്രിക്ക്. സോ സേവിങ് ഹിസ് ബെസ്റ്റ് ഓൺലി ഫോർ സ്പെഷ്യൽ സ്റ്റേഡിയംസ്. യെസ്, ബെർണാബുവിൽ അതുപോലെ ക്യാമ്പ് നൗവിൽ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ലുസൈലിൽ അവിടെയൊക്കെയാണ് അദ്ദേഹം ഹാട്രിക്കുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ റയൽ മാഡ്രിഡിനായിട്ട് നോക്കൗട്ടിൽ ഹാട്രിക് നേടിയിട്ടുള്ളത് 4 താരങ്ങളാണ്. അതിലൊരാൾ എംബാപ്പയാണ്. ഒന്ന് റൊണാൾഡോ നസാരിയോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ, മറ്റൊന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ വോൾസ്ബർഗിനെതിരെ, ബയേണിനെതിരെ, അത്ലറ്റിക്കോക്കെതിരെ, കരീം ബെൻസീമ PSG-ക്കും ചെൽസിക്കുമെതിരെ, കിലിയൻ എംബാപ്പെ ഇതാ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ. അങ്ങനെ മഹാരഥന്മാരോടൊപ്പം റൊണാൾഡോ നസാരിയോക്കൊപ്പം, ക്രിസ്ത്യാനോക്കൊപ്പം, ബെൻസീമക്കൊപ്പം ഇതാ കിലിയൻ എംബാപ്പയും ഇടം പിടിച്ചിരിക്കുന്നു. ഉറപ്പിച്ച് പറയാമെന്നേ, മനം കവർന്നവൻ തന്നെയാണ്, മനം കവർന്നത് കിലിയൻ എംബാപ്പെ തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.